പ്രിയ പ്രേക്ഷകരെ, മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കം മുനമ്പൻ ജനതയെ വീണ്ടും ആശങ്കപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയം വീണ്ടും സജീവമാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടൽ ആയിട്ടുള്ള ഉമീദ് പോർട്ടലിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നതാണ്. തർക്കഭൂമിയായി 400 ഏക്കറിലധികം ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, പ്രതിപക്ഷത്ത് ആയിരുന്ന കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ അന്ന് പറഞ്ഞിരുന്നത്, അതായത് ഈ വിഷയം പരിഹരിക്കാൻ കേവലം 10 മിനിറ്റ് മാത്രം മതി. UDF അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയത്തെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ഉമീദ് സെൻട്രൽ പോർട്ടലിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ സർക്കാർ, ആ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് നൽകിയ ഒരു പണിയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് മാത്രം ആണോ ഈ ഭൂമി തർക്കം ഇനിയും നീളാൻ പോകുന്നത്? ഇപ്പോഴിതാ ഈ സമരസമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തുവെങ്കിലും വളരെ കുറച്ച് സമയം മാത്രമാണ് ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നത്. ഈ പ്രശ്നം പരിഹരിക്കാമെന്നതിനപ്പുറത്തേക്ക് ഒരു ഫോർമുലയോ കൃത്യമായ നിർദ്ദേശമോ ഒന്നും സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ ഇതാ BJP ഈ വിഷയത്തെ വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉമീദ് സെൻട്രൽ പോർട്ടലിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത വഖഫ് ബോർഡിൻ്റെ നടപടിയെ എതിർക്കാത്തത്? ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമുക്ക് ആദ്യം മുഖ്യമന്ത്രി തന്നെ നൽകിയ പ്രതികരണം എന്തായിരുന്നു എന്ന് കേൾക്കാം. അല്ല, അത് നമ്മളെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട്. അത് ഈ പുതിയ നിയമത്തിന്റെ പ്രൊവിഷൻസിനെതിരായിട്ടാണ് വഖഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മുത്തവല്ലിയാണ്. മുത്തവല്ലിക്കാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് പോയി കഴിഞ്ഞിട്ട് ഈ വഖഫ് ബോർഡ് അവസാനത്തെ സമയത്ത് പോയിട്ട് ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്? അവിടെ പോയ മന്ത്രിമാരെല്ലാം അവരോട് പറഞ്ഞത്, നിങ്ങളെ ആരെയും ഇറക്കി വിടൂലെന്നാണ് അല്ലേ? നിങ്ങളെ ആരും ഇറക്കി വിടൂല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഗവൺമെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡ് ചേർന്നത് അല്ലേ? ആ വഖഫ് ബോർഡ് കൂടിയിട്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് വഖഫാണെന്ന്. അപ്പൊ അവരോട് പറഞ്ഞത് കാപട്യമാണ്, അവരെ കളിപ്പിക്കുകയാണ്. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. BJP ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് അത് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അല്ലാതാക്കി മാറ്റിയത്. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഫലപ്രദമായ ഇടപെടൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നടത്തിയിട്ടുണ്ട്. അവർ 2 പേരും കൂടി എറണാകുളത്ത് വന്ന് വരാപ്പുഴയിലെ ബിഷപ്പ്മാരെയോട് കണ്ട് സന്ദർശിച്ച് ഇവരെ ഒരു കാരണവശാലും പുറത്തിറക്കി വിടാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് വാക്ക് കൊടുത്ത ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടു. അപ്പോൾ സംഘപരിവാറിനൊരു അജണ്ട ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ ഇതാ വി.ഡി. സതീശൻ സൂചിപ്പിക്കുന്ന പോലെ മതസ്പർദ്ധ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ വിഷയം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയാൽ മതിയോ? ഇത്തരം ചില ഉമീദ് സെൻട്രൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് ഒരു പണിയാണ് എന്നൊക്കെ പറയുകയും അതുകൊണ്ട് ഇത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നു, ഇനി അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണ്? അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതിനു മുമ്പ് ഈ വിഷയത്തിൽ BJP ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്? ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് ഇത് വലിയ സങ്കീർണത സൃഷ്ടിക്കുന്നുണ്ടോ? എന്താണ് BJP ചോദിക്കുന്നത്? അതും കേൾക്കാം. വഖഫ് ബോർഡ് രൂപീകരിച്ചത് നിലവിലുള്ള വഖഫ് നിയമത്തിനനുസരിച്ചല്ല. നിലവിലുള്ള വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുക്കാമായിരുന്നു. ആ തീരുമാനം എടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്താൻ ഇപ്പോഴും വി.ഡി. സതീശന്റെ നാവ് പോകുന്നില്ല. കാരണം വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പാണക്കാട് നിന്ന് ശാസനം വരുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ നിയമവിരുദ്ധമായിട്ടുള്ള തീരുമാനമെടുത്ത ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം കഴിഞ്ഞ സർക്കാരിനെതിരായിട്ട് ആ കുറ്റം കെട്ടിവെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സ്വന്തം കസേര രക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അതായത് ഇവിടെ ഇതാ BJP ഈ വിഷയം ഉയർത്തുമ്പോൾ വഖഫ് വിഷയത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിനും നിലപാട് പറയാനുണ്ട്, പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക്. ഇപ്പോൾ അത് വഖഫിൻ്റെ സ്വത്തുക്കളുടെ രജിസ്ട്രി പോർട്ടൽ അത് ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ വളരെ വളരെ വേദനാജനകമാണ്. കാരണം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട ടാക്സ് അവരടച്ചിട്ടില്ല. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൈവശ അവകാശം പൊസഷൻ ഇല്ല.
പോക്കുവരവ് നടത്തിയിട്ടില്ല. ഈ 3 കാരണങ്ങളാൽ തന്നെ ഒരു കാരണവശാലും ഇത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു മതസൗഹാർദ്ദം ടുവേഴ്സ് എൻഡ് ഗവൺമെൻറ്റൊക്കെ മാറുന്ന ഘട്ടത്തിൽ മതസൗഹാർദ്ദം തകർക്കുവാനുള്ള ചിലരുടെ ഉദ്ദേശം തന്നെയായിരിക്കാം. ഒരു കാര്യമുള്ളത് നമുക്കറിയാം, ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സെറ്റിൽ ചെയ്യാമെന്ന് പറയുണ്ടായി. അങ്ങനെ സെറ്റിൽ ചെയ്യാനുള്ള ആർജവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബോർഡ് തന്നെ പിരിച്ചുവിടട്ടെ, ഇത് പിൻവലിപ്പിക്കണം. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. എന്താകട്ടെ, അവിടെയുള്ള ഒരാളെ ഒരു കുടുംബത്തിനെ പോലും ഒഴിവാക്കാൻ പാടില്ല. അത് ഏത് തരത്തിലുള്ള തീരുമാനമായാലും അതിന് കേരള കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയില്ല. ആരുടെ കൂടെയാണ് എത്രയോ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആ പാവപ്പെട്ട കുടുംബങ്ങളെ ഒരാളെ പോലും ഇറക്കൂടാൻ സമ്മതിപ്പിക്കില്ല. അതിൻ്റെ ഒരു നിയമ ഭേദഗതിയോ എന്താണോ നടത്തേണ്ടത് നടത്തിക്കോട്ടെ. കേരള കോൺഗ്രസിന് പിന്തുണയുണ്ട് തീർച്ചയായിട്ടും. അല്ല, ഇതിപ്പോൾ അത് വളരെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ജസ്റ്റ് ബ്രിമ്മിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ എന്ത് ഉദ്ദേശത്തിലാണ്? യെസ്, അതേസമയം ഇത് ഒരു സാങ്കേതികത്വം മാത്രം എന്ന നിലപാടാണ് ഈ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറയുന്നത്, രാമചന്ദ്രൻ നായരുടെ പ്രതികരണം എന്നത് ഇതൊരു സാങ്കേതികത്വമായ നടപടി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ 10 മിനിറ്റ് കൊണ്ടൊക്കെ പരിഹരിക്കാമെന്ന് പ്രതിപക്ഷത്തിരുന്ന മുഖ്യമന്ത്രിക്ക് അതത്ര എളുപ്പമാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ ഡാനി പോളും അതോടൊപ്പം തന്നെ ശ്രീജിത്തും ചേരുന്നുണ്ട്. അതിനു മുമ്പ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ വാക്കുകളിലേക്ക് കൂടി. ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക, വാക്കഫ് ബോർഡ് മുനമ്പം പ്രോപ്പർട്ടി വാക്കഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. അത് ഒരു വെറും നടപടിക്രമമാണ്. ആവശ്യമില്ലാത്ത ആശങ്കയാണ് മുനമ്പത്തുകാർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. മുനമ്പം പ്രശ്നമെന്ന് പറയുന്നത് വഖഫ് ആണോ ഇല്ലയോ എന്നുള്ളതാണ്. മുനമ്പം പ്രോപ്പർട്ടി വഖഫ് ആണോ എന്നുള്ള പ്രശ്നമാണ്. അത് പരിഗണനയിലിരിക്കുന്നത് ട്രൈബ്യൂണലിൻ്റെയും കോടതികളിലുമാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന് വിധിച്ചതിന് മുകളിൽ അപ്പീൽ പോയി സുപ്രീം കോടതി. അതിന് പ്രധാന കാരണം അത് തീരുമാനിക്കേണ്ട വഖഫ് ട്രൈബ്യൂണലാണെന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ കേസ് നിലവിലിരിക്കുന്നത് വഖഫ് ട്രൈബ്യൂണലാണ്. പുതിയ ആക്ട് അനുസരിച്ച് അതിന് മുകളിൽ വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധിക്ക് മുകളിൽ അപ്പീലുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ജുഡീഷ്യലായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ സ്റ്റാറ്റ്യൂട്ടറി സൊല്യൂഷൻ തന്നെ കോടതികൾ വിധിക്കണം എന്നുള്ളതാണ്. അപ്പം ഗവൺമെൻറ്റിന് അതിലിടപെടാൻ സാധിക്കില്ല. അത് സബ്ജുഡീസാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു തർക്ക വിഷയത്തിൽ ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഗവൺമെൻറ് അതിനെക്കുറിച്ച് തീരുമാനം എടുത്താൽ അത് നിയമവിരുദ്ധമാവും. കമ്മീഷനോട് ഗവൺമെൻറ് ചോദിച്ചത്, അത് പഴയ ഗവൺമെൻറ്റാണ്, ഏത് രീതിയിൽ മുനമ്പത്ത് ജനങ്ങളെ സംരക്ഷിക്കണം, ഗവൺമെൻറ്റിനെ സംരക്ഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കോടതി വിധികൾ മുനമ്പം ജനങ്ങൾക്ക് എതിരാണെങ്കിൽ എങ്ങനെ സംരക്ഷിക്കണം എന്നാണ് കമ്മീഷൻ ശുപാർശ ചെയ്തേക്കുന്നത്. അപ്പോൾ കോടതി വിധികളെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല. നിയമ സംവിധാനം കോടതി തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ വിധി വന്നാൽ അതിന് മുകളിൽ ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി കഴിഞ്ഞാൽ തീരും. അങ്ങനെയുള്ള അന്തിമ തീരുമാനമാണ് പ്രധാനമായിട്ടും ഇതിനകത്തെ കാര്യം. അത് കഴിഞ്ഞ് ആ തീരുമാനം ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്കെതിരാകുകയാണെങ്കിൽ, വഖഫാണ് അവരെ പുറത്താക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് ഗവൺമെൻറ് അനുവദിക്കില്ല. പഴയ ഗവൺമെൻറ്റും പുതിയ ഗവൺമെൻറ്റും ഇപ്പം ഞാൻ കേട്ടതും മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാരണവശാലും ജനങ്ങളെ പുറത്താക്കില്ല, അവരെ സംരക്ഷിക്കും. ഇപ്പോൾ ഇതാ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് മുഖ്യമന്ത്രി ആയതിനു ശേഷം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.